അഡ്വക്കേറ്റ് അസ്ക, ഇപ്പോൾ ദത്താത്രേയ ഹൊസബളയും അതുപോലെ ADGP MR അജിത് കുമാറും ഒക്കെ കൂടിക്കാഴ്ച നടത്തി ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ നമുക്കിനിയിപ്പോൾ പൂരം അങ്ങ് അലങ്കോലപ്പെടുത്താം അല്ലെ അട്ടിമറിക്കാം, അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, അന്നങ്കിൽ എന്റെ കൃത്യമായ ബോധ്യം ഇക്കാര്യത്തിലുണ്ട്. കാരണം അങ്ങ് പരിശോധിക്കേണ്ടത് അല്ല ഇതിന് മറുപടി പറയൂ, കരുതുന്നുണ്ടോ? ഞാൻ അതിലേക്കാ വരുന്നത്. കേരളത്തിലെ ഉത്സവങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിഖിതമായ ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉള്ള ഒരു ഉത്സവമാണ് അല്ലെങ്കിൽ ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള പോലീസ്, അതുപോലെ തന്നെ റവന്യൂ അധികാരികൾ, അതുപോലെ തന്നെ ടെസോ, ഫയർഫോഴ്സ് എങ്ങനെയൊക്കെ പെരുമാറണം, അതിന്റെ സംഘാടകർ, തിരുവമ്പാടിയുടെയും 2 ദേവസ്വങ്ങളുടെയും സംഘാടകർ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് ലിഖിതമായി എഴുതി വെക്കപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉള്ള ഒരു ഉത്സവം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ പല ഉത്സവങ്ങളിലും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന തരത്തിൽ ചില പെരുമാറ്റങ്ങൾ അന്നത്തെ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ശ്രീ അങ്കിത് അശോക് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അന്ന് നടന്നിട്ടുള്ള സാഹചര്യം. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ പരിചയക്കുറവോ അനുഭവക്കുറവോ കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ളതോ അദ്ദേഹത്തിന്റെ ജാഗ്രത കുറവ് കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള പരിമിതികളാണ്. അല്ലാതെ അത് കൃത്യമായ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിലൂടെ തകർത്ത് അതുവഴി BJPയെ സഹായിക്കുന്ന തരത്തിൽ BJPക്ക് ഒരു പ്രതിനിധി സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരു രീതി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അതിന്റെ സാധ്യതയില്ല. കാരണം തൃശ്ശൂർ പൂരം കാണുവാൻ വരുന്നത് കേരളത്തിന്റെ എമ്പാടുമുള്ളവരും ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് തന്നെ നിരവധി പേരാണ്. തൃശ്ശൂർ മണ്ഡലത്തിലെ ആളുകൾ മാത്രമല്ല തൃശ്ശൂർ പൂരം കാണാൻ വരാറുള്ളത്. അപ്പൊ കേരളത്തിലെ എമ്പാടും വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആകമാനമുള്ള ഹിന്ദുക്കൾ അല്ലെങ്കിൽ പൂരത്തെ അല്ലെങ്കിൽ ഉത്സവങ്ങളെ സ്നേഹിക്കുന്നവർ, വിശ്വാസത്തെ, ആചാരങ്ങളെ ലംഘിച്ചു എന്നുള്ളതിന്റെ പേരിൽ BJPക്ക് അനുകൂലമായി കേരളത്തിൽ ആകമാനം വോട്ട് ചെയ്യാനുള്ളൂ. മാത്രമല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. ആ കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നതാണ് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും അത് BJPക്ക് അനുകൂലമായി വരികയും ചെയ്തുകൊണ്ടാണ് ശ്രീ സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ അദ്ദേഹം ദീർഘകാലമായി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായി ജനങ്ങൾക്ക് അദ്ദേഹത്തോടൊരു അടുപ്പവും അദ്ദേഹത്തിനോടൊരു ആരാധനയും ഒക്കെ തോന്നിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം, അത് പറയുമ്പോൾ പോലും ഒരു പ്രശ്നമുള്ളത്, അന്ന് അവിടെ ചാർജുള്ള മന്ത്രിക്ക് പോലും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഓഫീസിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ശ്രീ സുരേഷ് ഗോപിക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മികവ് കൊണ്ടല്ല, മറ്റാരുടെയൊക്കെ സഹായം അക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള ഒരു സംശയവും ഇക്കാര്യത്തിലുണ്ട്. അപ്പൊ ആ സംശയവും പരിശോധിക്കപ്പെടണം. അതാണല്ലോ ഇപ്പൊ പോലീസ് അന്വേഷിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ആ റിപ്പോർട്ട് ഇപ്പൊ പൊതുമധ്യത്തിൽ വരുമല്ലോ. ഇതിനെക്കുറിച്ച് ശ്രീ MR അജിത് കുമാർ നടത്തിയിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പൊതുമധ്യത്തിൽ തുടരന്വേഷണത്തിന്റെ സൂചനയും ഇന്ന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുകയാണ് ആ റിപ്പോർട്ട്. തുടരന്വേഷണം വേണമെങ്കിൽ ഒരുപക്ഷെ ആ അന്വേഷണത്തിന് ഒരുപക്ഷെ ഉത്തരവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അല്ല, അത് നിശ്ചയമേ ഉണ്ടാവണം. അത് വരട്ടെ. എന്തായാലും അല്ല, പൊതുസമൂഹം അറിയണം ആരാണ് കളിച്ചതെന്നൊക്കെ പൊതുസമൂഹം അറിയണം. അല്ല, നിശ്ചയം അറിയണം. കാര്യം പൂരം പോലെ കേരളത്തിലെ സാംസ്കാരിക മഹോത്സവം, കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക മഹോത്സവം, അത് തകരാനോ അതിലെ ഏതെങ്കിലും തരത്തിലെ ആചാരങ്ങൾക്ക് ലംഘനം ഉണ്ടാവാനോ പാടില്ലായിരുന്നു. അപ്പൊ സ്വാഭാവികം അതിൽ സംഭവിച്ചു. അത് സംഭവിച്ചത് അന്വേഷിച്ചേ മതിയാവൂ. അതിൽ ആരൊക്കെ ഉത്തരവാദികളാണോ, അത് ഏത് ഉന്നതനാണെങ്കിലും ആ ഉത്തരവാദിത്വം ഒന്നും ഒളിച്ചോടാൻ അനുവദിക്കാൻ പാടില്ല. അത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹത്തോടെ എന്തായാലും ഈ കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള അന്വേഷണത്തിൽ സത്യമൊക്കെ പുറത്തു വരുമോ? ദത്താത്രേയ ഹൊസബളയുടെ മൊഴി രേഖപ്പെടുത്തുന്നു, ഈ RSS നേതാവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു, ADGPയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരാഴ്ചക്കകം പ്രതീക്ഷിക്കല്ലേ നമുക്ക്? അങ്ങനെയല്ല, ഇതില് ഞാൻ വളരെ കൃത്യമായിട്ട് ഇപ്പോഴും വളരെ കൃത്യമായ ബോധ്യം എന്ന് പറയുന്നത് അതൊരു സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നു. MR അജിത് കുമാർ പറഞ്ഞതുകൊണ്ടോ ഇനിയിപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടോ അല്ല. അത് ഞാൻ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്തുന്നത് ജയൻ ചേട്ടൻ കള്ളം പറയില്ല എന്ന ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതൊരു സ്വകാര്യ സന്ദർശനം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ പലപ്പോഴും ഞാൻ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം ഞാനിത് വളരെ കൃത്യമായി പറഞ്ഞത് ഇതൊരു സ്വകാര്യ സന്ദർശനം മാത്രമാണ്. അത് ശ്രീ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു വാദമല്ല.